നിനക്കിപ്പോ കൊള്ളാവുന്ന ഒരു ജീവിതം കിട്ടിയല്ലോ, അത് മര്യാദക്ക് ജീവിക്കാൻ നോക്കിയാ മതി, കേട്ടല്ലോ? ഇതുപോലുള്ള ഭാരിച്ച കാര്യങ്ങളിൽ ഇടപെടണ്ട. ഇനി ആ സുഭാഷിനെ അവന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുമായി ജീവിക്കുക എന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയുന്നത് സുഭാഷ് ചേട്ടനാ. അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ പോയാലോ അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടാലോ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷ് ചേട്ടൻ എടുക്കാറില്ല. നീ എന്തിനാണ് അവനെ ഫോൺ ചെയ്യുന്നേ? അതിലെന്താ തെറ്റ്? അവരെനിക്ക് അന്യരൊന്നുമല്ലല്ലോ. ലളിതേ, ഇത് ശരിയല്ലോ. കല്യാണം കഴിഞ്ഞ് അവന്റെ വീട്ടിൽ പോയി നിന്നിട്ട് ഇവളിപ്പോഴും സുഭാഷിനെ ഫോൺ വിളിക്കുന്നെന്ന് ഇതറിഞ്ഞാലേ ഇവളുടെ ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? ചോദിക്കോട്. കേട്ടില്ലടി, ചോദിച്ചതിന് ഉത്തരം പറയടി. ദേ അമ്മേ, പഴയ പോലെ എന്നെ തല്ലരുത്. എന്റെ കല്യാണം കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അശ്വൻ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞോളാം. അമ്മയും അമ്മാവനും ഇടപെടണ്ട, മനസ്സിലായല്ലോ? പിന്നെ എല്ലാവരും ഒന്നറിഞ്ഞോളൂ, എല്ലാവരും നിങ്ങളെ പോലെ കൊനിഷ്ഠ മനസ്സുകൊണ്ട് ജീവിക്കുന്നവരൊന്നുമല്ല. ഞാൻ സുഭാഷ് ചേട്ടൻ ഫോൺ വിളിച്ച് സംസാരിച്ച ആകാശം ഇടിഞ്ഞു വീഴില്ലാന്ന് അറിയുന്ന ആളാ അശ്വിൻ. അതും വന്നും തോന്നുന്നു. എടി, പോ ചായ ഉണ്ടാക്കടി. ചെല്ലടി. ഒരു കാര്യമുണ്ട്. ഇനി മുതല് നിധിയെ തനി അങ്ങോട്ടും പറഞ്ഞേക്കണ്ട. എവിടെ പോവാണെങ്കിലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ഓഫീസിൽ പോകുമ്പോഴായാലും. തനിയായതുകൊണ്ട് അതൊക്കെ സംഭവിച്ചത്. അഥവാ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ട് വരണം. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മോളെ? ഇതുകൊണ്ടൊന്നും ആളുകൾ മാറുമെന്നൊന്നും വിചാരിക്കണ്ട. അവർ ഇനിയും ഓരോന്ന് പറയും. ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി മോൾ ഒറ്റയ്ക്ക് പോകണം. ആളുകളുടെ വായടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇത്തിരി സൂക്ഷിച്ച് നടക്കാമല്ലോ. നീ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ സേഫ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സുഭാഷൻ എന്തൊക്കെയാ പറയുന്നത്? ദിവസവും ബാരിക്കേഡ് പോലെ ഒരാൾ കൂടെ നടന്ന എല്ലാ പ്രശ്നവും ശരിയാവുന്ന പക്ഷേ ഇവരെയൊക്കെ പേടിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്ന പോലെ തോന്നൂ. അപ്പൊ അവരുടെ പരിഹാസം കൂടെ ചെയ്യുള്ളൂ. നിധി ആഗ്രഹിച്ചെന്താ? തനിയെ ഓഫീസിൽ പോകണം, സ്വന്തം കാലിൽ നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു കുട്ടിയെ ജീവിതകാലം മുഴുവൻ പൊത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ശരിയാണോ സുഭാഷേട്ടാ? നാട്ടിലെ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിധിയുടെ ആഗ്രഹങ്ങൾ തടഞ്ഞു വെക്കാൻ പറ്റുമോ? നിധി തനിയെ പോക്കോളൂ. പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചു നാളത്തേക്കെങ്കിലും